നമ്മളുടെ യോഗാശ്രമിൽ വരുന്ന പലർക്കും ഞാനിങ്ങനെ മസാജിന്റെ ഒരു ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ ആയുർവേദ സെക്ഷനാണല്ലോ ഡോക്ടർ മറിയ. അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ കുറച്ചും കൂടി മസാജിനേക്കാളും ബെറ്റർ കിഴിയാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ കിഴിയും അതുപോലെ തന്നെ സ്റ്റീമും അതിന്റെ ഒരു കാരണം എന്തായിട്ടായിരുന്നു? ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കോംബോ ഇപ്പൊ ഭയങ്കര എന്താ പറയാ ട്രെൻഡിങ് ആണ് നമ്മുടെ ഇവിടെ. എല്ലാവരും കിഴി കഴിഞ്ഞാൽ സ്റ്റീം എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ പേഷ്യൻസിന് കുറച്ചുകൂടി സ്ട്രെസ് റിലാക്സേഷൻ ആ ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്. കൂടാതെ തന്നെ അവരുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള നീർക്കെട്ടുണ്ട്. ബോഡി ഭയങ്കര ബലൂൺ പോലെ വീർത്തിരിക്കുന്ന പോലെ, ഡ്രസ്സ് ഇടുമ്പോൾ ടൈറ്റ് ആവുക. ഈവൻ രാവിലെ ഇടുമ്പോൾ ഡ്രസ്സ് സാധാ പോലെ ആയിരിക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് ആയിട്ട് ഡ്രസ്സ് ഊരി കഴിയുമ്പോൾ അവിടെ മാർക്ക് വീഴുന്നു, പിന്നെ പിടിച്ചു കഴിയുമ്പോൾ കൈയുടെ പാടുകൾ വരുന്നു, അങ്ങനത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷനിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കിഴിയാണ്. ആ കിഴി ചെയ്ത് കഴിഞ്ഞ് ഒരു 5 to 7 days കിഴി ചെയ്ത് കഴിഞ്ഞ് അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റീം ബാത്തും കൂടി എടുത്ത് ആന്റി ഇൻഫ്ലമേറ്ററി ആഹാരങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം കൂടി ചെയ്താലാണ് നല്ല റിസൾട്ട് കിട്ടും. എന്നിരുന്നാൽ തന്നെയും ഒരു നല്ല പ്രോപ്പർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 days കിഴി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ പേഷ്യന്റിന് നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസ് ഉണ്ടാവും, വേദന കുറയും, നീർക്കെട്ട് കുറയും, അവരുടെ സ്റ്റെബിലിറ്റി കൂടും. അവർ പറയുകയാണ് ഞങ്ങൾ നല്ല റിലാക്സ് ആയി ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അഫ്കോഴ്സ് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, സമാധാനമുണ്ട്, ജോലി ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ വരുന്ന സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആൾക്കാരാണ്. അപ്പോൾ അവർ വീക്കെൻഡിലൊക്കെ ഇതുപോലെ തന്നെയാണ് മസാജ് ചെയ്യുമ്പോഴും. അവർ വീക്കെൻഡിൽ ആഴ്ചയിൽ ഒരിക്കൽ വന്നിട്ട് നമുക്ക് മസാജ് എടുത്തിട്ട് പോകും. സ്റ്റീം എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരാഴ്ചത്തേക്കുള്ള ഒരു ഫ്രഷ്നെസ് ആയി. നമ്മുടെ യോഗാശ്രമത്തിൽ വരുന്ന പേഷ്യൻസിനെല്ലാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് ചികിത്സ ചെയ്യുന്നത്. ഇപ്പം ആക്ച്വലി നമുക്ക് 95 അല്ല 100% റിസൾട്ടാണ് നമ്മളിപ്പോൾ കിഴിയും സ്റ്റീമും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പൊ മാമിനെ തന്നെ അറിയാലോ, മാം തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് വിദ്യാബാലന്റെ. അവരുടെ ശരീരത്തിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അതിന്റെ ഒരു സയന്റിഫിക് റീസൺസ് എന്ന് പറയുന്നത്, അതായത് ആന്റി ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്, അതായത് CMV IgG IgM അത് ചെയ്യുക, അതുപോലെ CCRP അങ്ങനെയൊക്കെ ഉള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഇൻഫ്ലമേഷൻ ദൂരം കയറി കിടക്കുന്നുണ്ട്. അതുപോലെ മഗ്നീഷ്യം ചെക്ക് ചെയ്യുമ്പോൾ മഗ്നീഷ്യം വളരെ കുറഞ്ഞിരിക്കും. മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യത. അതുപോലെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് വൈറ്റമിൻ ഡി ബാക്കി എല്ലാം ഓക്കെയാണ്, പക്ഷെ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അത് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുക, അത് ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ ഇത് ചെയ്യാറുണ്ട്. അപ്പൊ മിക്കവരുടെ മൂല കാരണം എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി കുറവ് തന്നെയാണ്. ആ ഇമ്മ്യൂണിറ്റി കുറവും അതുപോലെ വന്നുപോയ ഏതെങ്കിലും വൈറസിന്റെ ഓവർലോഡ് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഫ്ലമേഷന് കാരണമാവും. പിന്നെ വിദ്യാബാലന്റെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തതിൽ ആളുടെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ആളിൽ ഓൺ ആയി എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് പല ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഓൺ ആവുമ്പോൾ നമ്മളുടെ 2 രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു സ്ത്രീക്ക് ഉണ്ടാവും. ഒന്നിൽ ഈ വെയിറ്റ് ലോസ് ഉണ്ടാവും, ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ട്, അക്യൂട്ട് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ട്. ഒരെണ്ണത്തിൽ വെയിറ്റ് കുറഞ്ഞു പോകാനുള്ള സാധ്യത. അപ്പൊ ചിലവർ പറയും അവരെങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അയ്യോ വേദന എന്ന് പറയും. അത് മെലിഞ്ഞിരിക്കുന്ന ഒരാൾക്കും ഉണ്ട്, വണ്ണമുള്ള ഒരാൾക്കും ഇൻഫ്ലമേഷൻ വരാം. അപ്പൊ അതിനകത്ത് മെലിഞ്ഞിരിക്കുന്നു വണ്ണം കൂടുന്നുള്ളതിനകത്ത് ഒരു പ്രശ്നമില്ല. പക്ഷെ വിദ്യാബാലന് സംഭവിച്ചത് ആ വെയിറ്റ് ഗെയിൻ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ. അതുകൊണ്ടാണ് ഞാൻ പലരോടും പറയാറ്, നിങ്ങളുടെ വണ്ണമല്ല, അത് നീർക്കെട്ടാണ്. കാരണം സ്റ്റീം എടുത്ത് കിഴി എടുത്ത് കഴിയുമ്പോൾ ഇപ്പം മറിയ തന്നെ പറഞ്ഞു, ഒരു 3-4 കിലോ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ ഇൻഫ്ലമേറ്ററി ഇതിനെയാണ് നമ്മൾ അവിടെ ടാക്കിൾ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ഇൻഫ്ലമേഷനെ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള, അതായത് വിദ്യാബാലന് ഉപയോഗിച്ച ഒരു ഡ്രിങ്ക് അതിനകത്ത് വളരെ ട്രെൻഡി ആയിട്ട് പറയുന്നതെന്ന്. അത് വേറെ ഒന്നുമല്ല, ഉലുവ, അതുപോലെ തന്നെ മല്ലി നിങ്ങളുടെ ആയുർവേദത്തിൽ നന്നായിട്ട് പറയുന്നത്, ജീരകം, അതുപോലെ തന്നെ ഒത്തിരി ഹെർബ്സ്, അതായത് ജിഞ്ചർ, അതുപോലെ തന്നെ ചുക്കിന്റെ പൊടി, തുളസി, ഇതൊക്കെ സ്പൈസസിൽ പെട്ട ആന്റി ഇൻഫ്ലമേറ്ററി, മഞ്ഞള്, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവർ കുറേ എക്സസൈസ് അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടും അവർക്ക് വണ്ണം കുറയാതിരിക്കുന്ന, അവർ 2ാം ദിവസം കിടപ്പാവുന്നത് ഈ നീർക്കെട്ടിനെ ആദ്യം ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ ആദ്യം ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്ത് നീരിനെ കളഞ്ഞ് വേദനയെ കളഞ്ഞിട്ട് പിന്നെ അവർ ജിമ്മിൽ പോകുമ്പോൾ അവർക്ക് വൃത്തിയായിട്ടത് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ അതിന്റെ ഒരു സയന്റിഫിക് ആസ്പെക്ട് പറഞ്ഞത്. പക്ഷെ ആയുർവേദത്തിൽ എനിക്കറിയേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ കിഴി എന്തോ ഒരു ബോഡി ടൈപ്സിനെ പറ്റി എന്തോ ഡോക്ടർ പറഞ്ഞത്, അതെന്തായി? അതായത് ഇപ്പൊ വാദവ്യാധികൾ നോക്കുമ്പോൾ സന്ധിഗതവാദം, അങ്ങനെ നമുക്ക് കുറെ ടൈപ്പുകളുണ്ട് രോഗങ്ങൾ നോക്കുമ്പോൾ. അപ്പോൾ ഈ ജോയിന്റ് സംബന്ധമായിട്ട് സന്ധികൾ മാത്രമായിട്ടുള്ള വേദനയാണെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും എണ്ണ, കർപ്പൂരാതി, കൊട്ടച്ചുക്കാതി അങ്ങനെയുള്ള എണ്ണകളെല്ലാം ഇട്ട് അഭ്യംഗം ചെയ്ത് കഴിയുമ്പോൾ സ്റ്റീമും കൂടി കുടിച്ചു കഴിഞ്ഞാൽ ആ വേദനകൾ മാറും. പക്ഷെ ആ പേഷ്യന്റിന് ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നീർക്കെട്ടുണ്ടെങ്കിൽ ഈ എണ്ണ വെച്ച് കഴിയുമ്പോൾ അത് കൂടുകയുള്ളൂ. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ആ പേഷ്യന്റിന് ഇപ്പോൾ ഉണ്ടായിരുന്ന വേദനയെക്കാളും കൂടുകയുള്ളൂ. ശരീരം വിറുത്ത് വരും, അതുപോലെ തന്നെ ടൈറ്റ് ആകും,
നമുക്ക് ഏറ്റവും മസാജ് ചെയ്യുമ്പോഴും ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ബോഡി ഭയങ്കര ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും, രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയും, ഈവൻ തലവേദന വരും. അതും ഈ മൈഗ്രെയിനും സൈനസൈറ്റിസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ മസാജും സ്റ്റീമും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് ഇത് ഈ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടോ, ഇത് ട്രിഗർ ചെയ്യോ, അതും കൂടി നമ്മൾ നോക്കണം. നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ഫിക്സ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ മസാജ് അല്ലെങ്കിൽ ആരും പോയി അങ്ങനെ ചുമ്മാ മസാജ് എടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഭയങ്കര ഫിറ്റ് ആയിരിക്കും, വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, അവർക്ക് ശാരീരികമായിട്ട് മാനസികമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വേദനകൾ ഉണ്ടാകാൻ പാടില്ല, ബാക്കി കാർഡിയാക് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഫിറ്റ് ആണെങ്കിൽ അപ്പൊ നമ്മൾക്ക് എപ്പോഴും മസാജ് എടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കേസ് ഹിസ്റ്ററി എടുത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അല്ലാത്തവർക്കൊക്കെ നമുക്ക് സ്പായിൽ പോവാം, മസാജ് ചെയ്യാം, ഒരു പ്രശ്നം. പക്ഷെ നമുക്കൊരു ഹിഡൻ ഇഷ്യൂസ് അല്ലെങ്കിൽ അണ്ടർലൈൻ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ യോഗാശ്രമില് ഡോക്ടർ മറിയ ആ ഒരു റൂമിൽ ചെന്നിട്ട് അവരുടെ മുഴുവനായിട്ട് ഒരു ബോഡി സ്കാനിങ് മുഴുവൻ ചെയ്തിട്ടാണ് നമ്മളത് പറയുന്നത് കൊണ്ട് തന്നെയാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ്. നമുക്കൊരു 7 ദിവസം കൊണ്ട് തന്നെ അതിന്റെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ആയുർവേദത്തിന്റെ കിഴിയുടെ ഒരു മഹാത്മ്യത്തിനെ പറ്റി പറയാനായിട്ട് ഇന്നൊരു അവസരം എന്തായാലും ഡോക്ടർ മറിയായിട്ട് ഇരിക്കാൻ സാധിച്ചു. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും അണ്ടർലൈൻ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വെറുതെ പോയി നിങ്ങളുടെ സ്വന്തം സ്വമേധയാലുള്ള ഇഷ്ടത്തിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇൻഫ്ലമേഷൻ കൂടാനുള്ള സാധ്യതയാണ് അതുകൊണ്ടുണ്ടാവുന്നത്.